നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് മിളക് ഒരു 100 ഗ്രാം മിളക് എടുത്തിട്ടുണ്ട്. അത് വറുത്തെടുക്കാം. മിളകും മല്ലിയും എല്ലാവരും വേണം. ഇത് ആദ്യം ഈ മിളകൊന്ന് വറുത്തെടുക്കാൻ പറ്റും. കരിയാണ്ട് ഒരു കരിഞ്ഞ കളർ വരണ്ട, നല്ല നന്നായിട്ടൊന്ന് ചുമന്നാൽ മതി, കറുത്ത കളർ വരണ്ട. ഈ കൂട്ടിയിട്ട പെട്ടെന്ന് മിളകിൻ്റെ ഇത് തൊണ്ടൊക്കെ കരിഞ്ഞു. തീ കുറച്ചിട്ടിട്ട് വേണം വറുക്കാൻ. 100 ഗ്രാം മിളക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ തെറേസൊക്കെ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി പൊടിച്ച് നമുക്കൊരു കുപ്പിയിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്കൊരു സാമ്പാർ പൊടിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്പം ഇത് നമുക്ക് എരിവും ഇതൊക്കെ നോക്കി ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കി അതിൽ കൂടെ ഇതിൽ നിന്ന് ഒരു 1 2 സ്പൂണ് അതും ചേർത്ത് ഇതിലേക്ക് ഞാൻ കായം ചേർക്കണില്ല കേട്ടോ. എന്ന് വെച്ചാൽ കായം ചേർത്തിട്ടുണ്ടെങ്കിൽ വറുത്തിടുമ്പോൾ ഒരു മണം അത്രയ്ക്ക് കിട്ടില്ല. സാമ്പാറിലേക്ക് എപ്പോഴും പച്ചക്കായം ചേർക്കുമ്പോഴാണ് നല്ല വാസന, സാമ്പാറിൻ്റെ ഒരു മണം ഇതൊക്കെ വരിക. അതുകൊണ്ട് ഞാൻ കായം വറുത്ത് കുടിക്കണ്ടില്ല. ഈ പാകത്തിൽ നമുക്ക് ഇത് വറുത്തിപ്പോൾ ഇത് മുറുകി, ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി മുറുകി വരും. അപ്പോൾ ഈ ഭാഗത്തിൽ വറുത്താൽ മതി. വല്ലാണ്ട് എല്ലാ തൊണ്ടങ്ങട് കരിയണ്ട. അപ്പോൾ വെച്ചാൽ കളർ മാറും. ഇതിങ്ങനെ ഇതാക്കി നമുക്ക് പിന്നെ ഇപ്പം മാറ്റാം. ഒരു പേപ്പറിൽ കൊട്ടിയിട്ട് തണുക്കുമ്പോൾ തണുക്കട്ടെ. നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവ അധികം വേണ്ട. അധികം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും. നമുക്ക് വേണമെങ്കിൽ ഉലുവയുടെ അത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അപ്പം സാമ്പാർ വയ്ക്കുമ്പോൾ അപ്പം 4 മണി കടുക് പൊട്ടിക്കണ കൂടെ പൊട്ടിച്ചൊക്കെ ഇടാം. അപ്പം ഞാനിത് കുറച്ച് അതിൽ കൂടെ വറക്കാൻ അതൊന്ന് പൊട്ടട്ടെ. അധികം ഉലുവ വേണ്ട. ഉലുവ ഇത് പൊട്ടുമ്പോൾ നമുക്ക് കടുക് പൊട്ടണ പോലെ തന്നെയാണ്. പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തേക്ക് ചിലപ്പോൾ വീഴും. ഉലുവ പൊട്ടി. ഞാനിപ്പോൾ 100 ഗ്രാം കടലപ്പരിപ്പ്, 100 ഇത്തിരി കൂടുതലുണ്ട് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പും കൂടി അതിൽ കൂടിയിട്ട് ഒന്ന് ചുമക്കട്ടെ. തീ സിമ്മിലിടണം. അല്ലെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന്. മുറുകിക്കോട്ടെ കടലപ്പരിപ്പ്. ഇതിപ്പോൾ 100 ഗ്രാം കടലപ്പരിപ്പ് ഇട്ടാൽ ഉലുവ കണ്ടില്ലേ, ഉലുവയ്ക്ക് അളവ് ഇല്ല. ഞാൻ ഒരു നുള്ള് ഉലുവ എടുത്തേക്കണത്. നമുക്ക് കൂടിപ്പോയ കയ്പ്പാവും, ഉലുവയല്ലേ. അപ്പം അതുകൊണ്ട് അല്പം എടുത്താൽ മതി. നമുക്ക് പോരാന്ന് തോന്നിയാൽ അപ്പോൾ ഉലുവ പൊടിച്ചതിരിക്കുന്നുണ്ടെങ്കിൽ അല്പം പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കടുക് പൊട്ടിക്കണ കൂടെ ഇത്തിരി ഉലുവ പൊട്ടിച്ച് സാമ്പാറിലേക്ക് ചേർക്കാം. നമ്മുടെ ഉലുവയുടെ ഒപ്പം ഇത് കടലപ്പരിപ്പ് ഇട്ടു. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വറുത്ത് ഇതാക്കിയെടുത്തു. ചുമന്ന കളറ് ഇതായാൽ മതി. വല്ലാണ്ട് കരിഞ്ഞ് പോണ്ട. കടലപ്പരിപ്പായാലും നല്ലൊരു കളർ വന്നു. ഇതിനെ നമുക്ക് മുളകിൻ്റെ കൂടെ ഇടാം. നമുക്ക് മല്ലി വറക്കാം. ഇനി മല്ലി 250 ഗ്രാമിൻ്റെ പകുതി മല്ലി എടുത്താൽ മതിയാണ്. 100 ഗ്രാമിൽ കൂടുതലുണ്ട്. ഇത് 100-125 ഗ്രാം ഉണ്ട്. 250ൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക്
വറുത്തെടുക്കാം. അതേപോലെ ഇപ്പോൾ മുളകും കടലപ്പരിപ്പൊക്കെ വറുത്ത പോലെ നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് മല്ലി വറുത്തത് ഇതേപോലെ ഒന്ന് ചുമന്ന് ഇതായി വന്ന് മുറുകി. അപ്പോൾ ഇത്രയ്ക്ക് മതി. ഇത് നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് മല്ലി ഇത് തണുക്കാൻ വയ്ക്കുക. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടി കൂട്ടി പൊടിക്കുക. അത് മല്ലി മുറിയുന്നുണ്ട് കേട്ടോ. ഇത് ഈ പാകം മുളക്, കടലപ്പരിപ്പ്, ഉലുവ 4 കൂടിയിട്ട് വറുത്ത് വെച്ചു കേട്ടോ. ഇനി അത് ചൂടാറി ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് അത് ചെറിയ ജാറാണ്. വലിയ ജാറിൻ്റെ ഒക്കെ ബ്ലേഡ് പൊങ്ങിയത്. അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് ഇതായി കിട്ടില്ല. അപ്പോൾ ഇതിലിട്ട് നമുക്ക് പൊടിച്ചിട്ട് എന്നിട്ടൊന്ന് കൂട്ടി ഇളക്കിയെടുക്കാം. എന്നുവെച്ചാൽ എല്ലാം ഒരുമിച്ച് ഇതിലേക്ക് ഇതായി കിട്ടണില്ല. വലിയ ജാറിലാണെങ്കിൽ ഒരൊറ്റ ഇതായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. അത് ശരിക്കും പൗഡർ പൊടിഞ്ഞ് കിട്ടില്ല. ഇതിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മാസ്ക് വയ്ക്കുകയാണ്. മുളകാണല്ലോ, ചുമച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ മാസ്ക് വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. കുറച്ചുകൂടി ഇതായി അധികം ചിലപ്പോൾ മതിയാണ്. പൗഡർ നിറഞ്ഞു വരും. ഇതിനെ നമുക്ക് പൊടിക്കാം. അതേപോലെ ശരിക്ക് പൗഡർ പൊടിഞ്ഞ് ഇതായി കിട്ടി. ഇത് നമുക്കിതിലേക്ക് ചീഞ്ചട്ടിലേക്ക് തന്നെ മാറ്റാം. എല്ലാവരും പൊടിച്ചെടുക്കാം. നല്ല മണമുണ്ട്. ഉലുവയും മല്ലിയുടെയും കടലപ്പരിപ്പും ഇതൊക്കെയും കൂടി വെച്ചപ്പോൾ ഒരു നല്ലൊരു മണവും ഇതൊക്കെ ഉണ്ട്. എല്ലാവരും പൊടിച്ചെടുക്കാം നമുക്ക്. ചീച്ചിട്ട് ചോറ് പേപ്പറിലിടാം. പറയണ ഇത് പൊടിച്ച് പേപ്പറിലേക്ക് ആക്കി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഞാൻ എല്ലാ ഇത് മിക്സിയിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ജാറാണ് എടുത്തത്. അപ്പോൾ അത് കാരണം എല്ലാം കൂടി ഒപ്പം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് കൂട്ടി ഇളക്കി, നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് കൂട്ടി ഇളക്കി ഇതാക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ല മണവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ മഞ്ഞളും ചേർത്തിട്ടില്ല, ഇത് കായവും ഇട്ടിട്ടില്ല. അപ്പോൾ അത് രണ്ടും നമുക്ക് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ എങ്ങനെയായാലും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുക. പിന്നെ ഇപ്പോൾ പോരാത്തത് നമ്മൾ ഈ പൊടികൾ ചേർക്കണ കൂടെ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇതിൽ കൂടെ ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ കൂടി കൂട്ടി പൊടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ട്. നമ്മൾ സാമ്പാറിലേക്ക് ഇത് 1 സ്പൂണൊക്കെ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാമ്പാർ പൊടി മേടിക്കാൻ ഇതൊന്നും പോകണ്ട. ഇത് ഇത്തിരി ഇതിന് സമയം എടുക്കും. എന്നുവെച്ചാൽ ഇതൊക്കെ വറുത്ത് ഇതൊക്കെ ആക്കി എടുത്തിട്ട് വേണം ഇത് പൊടിക്കണമെങ്കിൽ. അപ്പോൾ ഇപ്പം ജോലിക്കൊക്കെ പോണവരൊക്കെ ആവുമ്പോൾ ഒഴിവ് ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് വറുത്ത് പൊടിച്ച് നമ്മൾ ഇത്തിരി മല്ലിയും മുളകും ഇതൊക്കെ മേടിച്ച് വറുത്ത് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി, ഒരു കുപ്പിയിലാക്കി. അപ്പോൾ അത് നമുക്ക് ആവശ്യാനുസരണം സാമ്പാർ ഇപ്പം എന്നും സാമ്പാർ വയ്ക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുറത്തിരുന്നത് ചിലപ്പോൾ പൂപ്പൽ വരും കുറേ നാളൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ അത് കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിതിപ്പോൾ അതിരി വീട്ടിലില്ല. അതിരിനെ അവൻ്റെ അമ്മായിയുടെ അടുത്തേക്ക് വിട്ടേക്കുക, അങ്ങോട്ട് പോയേക്കാവാൻ കാലത്ത്. അപ്പോൾ അതിരി ഉണ്ടായ പിന്നെ ഞാൻ അതിരി ഇല്ലാത്ത സമയം നോക്കിയിട്ടൊക്കെയാണിത് ചെയ്യുക. അല്ലെങ്കിൽ മുളകല്ലേ, അവനാണെങ്കിൽ അടുത്തുനിന്ന് മാറുകയില്ല.
അപ്പോൾ ചുമക്കണ്ടാന്ന് വെച്ചിട്ട് അവനെ മാമൻ വന്ന് കൊണ്ടുപോയി കാലത്ത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇത് എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. ഇപ്പം എന്ത് കുപ്പിയിൽ ആക്കി വെച്ചു. ഇതിന്ന് ഞാൻ ഇപ്പം ഇന്ന് സാമ്പാർ വയ്ക്കുന്നുണ്ട്. ഇന്നത്തേക്ക് സാമ്പാറിലേക്ക് ഞാൻ എന്ത് ചെയ്ത് ഇതേപോലത്തെ ഈ സ്പൂണിന് വലിയ സ്പൂണാണ്, ഇതിനൊരു കയ്യിൽ എടുത്തിട്ടുണ്ട്, ഇതിനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോരെങ്കിൽ നമുക്ക് ഞാൻ ഒരല്പം മുളക് പൊടി അല്പം മല്ലിപ്പൊടിയും കൂടിയിട്ട് ആണ് ചൂടാക്കിയിട്ട് അതിൽ കൂടെ ഇത് ഒരു സ്പൂണും എടുത്തു. ഫ്രിഡ്ജിൽ വെക്കാൻ പുറത്തിരുന്ന പൂക്കുന്ന് പറയാനുള്ളതിൻ്റെ കാരണം മല്ലിയും മുളകും ഉലുവയാണെങ്കിൽ പൂക്കില്ല. നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പുറത്ത് വയ്ക്കണതാണല്ലോ. ഇത് കടലപ്പരിപ്പ് ചേർന്നുണ്ടല്ലോ, കടലപ്പരിപ്പ് ചേർന്നത് കൊണ്ടാണ് ചിലപ്പോൾ പൂക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് കുറേ നാൾ ഇരിക്കുമ്പോഴാണ് കേട്ടോ പൂക്കുള്ളൂ. കുറച്ച് ഒരു 1-2 മാസത്തേക്കൊക്കെ പുറത്ത് വയ്ക്കണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യാന്ന് വെച്ചാൽ എന്നൊന്നും സാമ്പാർ വയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഈ കുപ്പിക്ക് ഒരു കുപ്പി പൗഡർ ഉണ്ട്, സാമ്പാർ പൊടി ഉണ്ട്, ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും.